ഒട്ടും കട്ടയില്ലാതെ നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും അതിലോട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ വെള്ളം തളിച്ച് നനച്ച് ഞരടി എടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമാകുമ്പോഴേക്കും പൊടിയൊന്ന് നനവാകും. അധികം നനവ് കൂടാൻ പാടില്ല. വെള്ളം കുത്തനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒന്ന് കൈയും കൊണ്ടൊന്ന് പതുക്കെ തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ഒരിത്തിരി തേങ്ങ ചിരണ്ടിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. തേങ്ങയിൽ ഇത്തിരി നനവുണ്ടാകും, അപ്പം അതനുസരിച്ച് വേണം പൊടി റെഡിയാക്കാനായിട്ട്. തേങ്ങയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ നനവ് കൃത്യം പാകത്തിന് കിട്ടണം. കണ്ട നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുട്ടുകുറ്റിയിലോട്ട് ആദ്യം ഇത്തിരി തേങ്ങയിട്ട് പിന്നെ നനച്ച് വെച്ചിരിക്കണം പൊടിയും ചേർത്ത് ഇത്തിരി ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗോതമ്പ് പുട്ട് റെഡിയാകും. നല്ല റോബസ്റ്റ് പഴമോ ഞാലിപ്പൂവൻ പഴമോ ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളി പുട്ടാണ്.